നിങ്ങൾക്ക് സ്ക്രീന് വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പൊ ഇന്ന് നമ്മൾ ഡീല് ചെയ്യേണ്ട ചാപ്റ്റർ ഏതാണ്? ബയോമോളിക്യൂൾസ്. പ്രോബബ്ലി ഇത് ഞാൻ നിങ്ങൾക്ക് എടുക്കണ ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ബയോമോളിക്യൂൾസ് തീരെ ചെറിയ ചാപ്റ്റർ അല്ല, എന്നാൽ ഭയങ്കര വലിയ ചാപ്റ്റർ അല്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതായത് ഭയങ്കര ടഫ് ഉള്ള കാര്യങ്ങളല്ല. നമ്മൾ പല ടൈമും പല ചാപ്റ്ററിലായി പഠിച്ച പല ബേസിക്സ് ഇതിൽ അവിടെയും ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ എൻസൈംസിനെ പറ്റിയിട്ടും കോഫാക്ടേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ എന്താണ്, നമ്മൾ പല ടൈമിലായിട്ട് പഠിച്ച പല ബേസിക് കാര്യങ്ങളാണ് എന്ത് ബയോമോളിക്യൂൾസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് കഴിയും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ പോലെ ഇതിന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് നിങ്ങൾ എത്ര തവണ ഈ ചാപ്റ്റർ വായിക്കണോ അത്രയും തവണ നിങ്ങൾ എന്ത് ചെയ്യും, അതായത് ഓരോ ലൈനിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഓരോ ലൈനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എത്രത്തോളം നിങ്ങൾ വായിച്ച് ഫെമിലിയർ ആവണോ അത്രത്തോളം എന്തായിരിക്കും നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ PPT ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, NCERT ലൈൻ ബൈ ലൈന് പോയോക്കാം. ഓക്കെ, അപ്പോൾ ബയോമോളിക്യൂൾസ്. There is a wide diversity in living organisms in our biosphere. Now, a question that arises in our mind is, are all living organisms made of the same chemicals, that is, elements and compounds? You have learned in chemistry how elemental analysis is performed. If we perform such an analysis on a plant tissue, animal tissue, or microbial paste, we obtain a list of elements like carbon, hydrogen, oxygen, and several others and their respective content per എന്താണ് യൂണിറ്റ് മാസ് ഓഫ് എ ലിവിംഗ് ടിഷ്യൂ. ഇഫ് ദ സെയിം അനാലിസിസ് ഇസ് പെർഫോംഡ് ഓൺ എ പീസ് ഓഫ് എർത്ത് ക്രസ്റ്റ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ലിവിംഗ് മാറ്റർ, വി ഒബ്റ്റെയിൻ എ സിമിലർ ലിസ്റ്റ്. What are the differences between the two lists? In absolute terms, no such differences could be made out. All the elements present in a sample of Earth's crust are also present in a sample of എന്താണ് living tissue. However, a closer examination reveals that the relative abundance of carbon and hydrogen with respect to other elements is higher in any living organism than in the Earth's crust. ഇതാണ് നിങ്ങളുടെ ബയോമോളിക്യൂൾസിന്റെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എന്താണ്, നമ്മൾ ബയോസ്ഫിയറിൽ ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളെടുത്ത് ഇവർ ചോദിക്കുകയാണ് ഈ ലിവിങ് ഓർഗാനിസത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ പോട്ടെ ലിവിങ്ങിന്റെ നോൺ ലിവിങ്ങിന്റെ ഒക്കെ കോമ്പസിഷൻ എന്താണ്, സെയിം ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവർ തന്നെ പറയാണ് നമ്മൾ കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കെമിക്കൽ അനാലിസിസ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോ എന്താണ്, ലിവിങ് ഓർഗാനിസത്തിൽ കുറെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്. ആൻഡ് സർപ്രൈസിംഗ്ലി എന്താണ്, നോൺ ലിവിങ് ഓർഗാനിസം അതായത് എർത്ത് ക്രസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്, അതിലും എന്തുണ്ട്, ഈ പറയുന്ന ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഒക്കെ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ച്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എന്താണ് ഇവര് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണത്, ഇത് സെയിം ആണോ ഡിഫറെന്റ് ആണോ? സെയിം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ എന്താണ് അമൗണ്ട് അല്ലെങ്കിൽ കോമ്പസിഷൻ എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ NCERT ഒരു സെന്റൻസ് പറഞ്ഞ് നിർത്തുന്നുണ്ട്, അതായത് എന്താണ്, ദ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ വിത്ത് റെസ്പെക്ട് ടു അതർ എലിമെന്റ്സ് ഇസ് ഹയർ ഇൻ എനി ലിവിങ് ഓർഗാനിസം ദാൻ ഇൻ എർത്ത് ക്രസ്റ്റ്. അതായത് നമ്മൾ എർത്തിന്റെ ക്രസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിന് നമ്മൾ എടുത്തോട്ടെ അതിലുള്ള കാർബന്റെ ഹൈഡ്രജന്റെ ഒക്കെ എന്തായിരിക്കും റിലേറ്റീവ് അബണ്ടൻസ് എപ്പോഴും എന്തായിരിക്കും, കൂടുതൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട് ഇൻഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും? ഒരു ലിവിങ് ടിഷ്യൂന്റെ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് നോൺ ലിവിങ് എർത്ത് ക്രസ്റ്റിന്റെ ലിവിങ് കോമ്പസിഷൻ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും? ഹൗ ടു അനലൈസ് കെമിക്കൽ കോമ്പസിഷൻ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പീസ് ഓഫ് എന്തെടുക്കാൻ പറ്റും, ഒരു പീസ് ഓഫ് നമ്മള് ഒരു ലിവിങ് ടിഷ്യൂന്റെ ഓക്കെ, നമ്മൾ ഒരു ലിവിങ് ടിഷ്യൂന്റെ ഒരു പീസ് എടുത്തു, ഒരു ലിവിങ് ടിഷ്യൂന്റെ ഒരു പീസ് എടുത്തു, അങ്ങനെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്ത്, ഇതിലേക്ക് നമ്മൾ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത്, എന്താ ആഡ് ചെയ്ത്, ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും, അഥവാ നമ്മൾ അതിനെ അരച്ച്. അങ്ങനെ അരക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരു തിക്ക് പേസ്റ്റ് അല്ലെങ്കിൽ തിക്ക് എന്തുണ്ടായി, തിക്ക് സ്ലറി ഉണ്ടായി, ഒരു തിക്ക് സ്ലറി ഉണ്ടായി. ഇതിനെ നമ്മൾ ഇനി എന്താ ചെയ്യണത്, ഈ തിക് സ്ലറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ സ്ട്രെയിൻ ചെയ്യും. സ്ട്രെയിൻ ചെയ്യാൻ പറഞ്ഞ എന്താണ്, അരിക്കുക.
ഓക്കെ, അങ്ങനെ അരിക്കും. എന്ത് കൂടി നമ്മളൊരു ചീസ് ക്ലോത്തോ ഒരു ഫിൽറ്റർ പേപ്പറോ ഒക്കെ വെച്ച് നമ്മൾ അരിക്കുമ്പോൾ രണ്ട് കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടും. ഒന്നിനെ നമ്മള് ആസിഡ് സോല്യൂബിൾ പൂൾ എന്ന് വിളിക്കും. പിന്നെന്താ ഉള്ളത്? ആസിഡ് ഇൻസോല്യൂബിൾ പൂൾ. നിങ്ങളൊക്കെ കെമിസ്ട്രി ലാബിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു ബീക്കർ വെക്കും, അതിന്റെ മേലെ ഒരു ഫണൽ വെക്കും, ഫിൽറ്റർ പേപ്പർ വെക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പലപ്പോഴും പല എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പം ബയോളജിയിലാണെങ്കിൽ നിങ്ങൾ ചെയ്തിക്കണമെന്ന് അറിയില്ല, പ്ലസ് ടുവിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മണ്ണും വെള്ളം കൂടി കലക്കിയിട്ട് ഒഴിക്കും. എത്രത്തോളം സ്പീഡിൽ പോകുന്നുണ്ട്, മണ്ണ് എത്രത്തോളം, അതിന്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു തിക് സ്ലറി ഉണ്ടാക്കിയിട്ട് അത് ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്യുമ്പോൾ താഴത്തേക്ക് പോയ, അതായത് ബീക്കറിലേക്ക് പോയ സംഭവത്തിന് നമ്മൾ ആസിഡ് സോല്യൂബിൾ പൂൾ അഥവാ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ആസിഡ് സോല്യൂബിൾ പൂൾ അഥവാ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. നേരെ മറിച്ച് ആ ഫിൽറ്റർ പേപ്പറിൽ അല്ലെങ്കിൽ ചീസ് ക്ലോത്തിൽ എന്താണോ റിമൈൻ ചെയ്ത് അതിന് നമ്മൾ ആസിഡ് ഇൻസോല്യൂബിൾ പൂൾ അഥവാ എന്ത് വിളിക്കും? റിട്ടൻഡേറ്റ് എന്ന് വിളിക്കും. എന്താണ്? ആസിഡ് ഇൻസോല്യൂബിൾ പൂൾ അഥവാ റിട്ടൻഡേറ്റ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് രണ്ട് സംഭവങ്ങൾ കിട്ടി. ഏതൊക്കെ കിട്ടി? ആസിഡ് സോല്യൂബിൾ പൂളും കിട്ടി, ആസിഡ് ഇൻസോല്യൂബിൾ പൂളും കിട്ടി. ഈ ആസിഡ് സോല്യൂബിൾ പൂളിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെ നമ്മള് മൈക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും അപ്പോ? മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഇത് ടുഗെദർ ആണ് എന്ത്? നമ്മുടെ ബയോ മോളിക്യൂൾ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മൈക്രോ മോളിക്യൂൾ എന്ന് വിളിക്കും. ഇതിനെ മാക്രോ മോളിക്യൂൾ എന്ന് വിളിക്കും. വിച്ച് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ആർ ബയോ മോളിക്യൂൾ. ഓക്കെ, ഓക്കെ. അപ്പോ എന്താ നമ്മൾ ചെയ്തത്? ഹൗ ഡസ് വൺ ഗോ അബൌട്ട് ഫൈൻഡിങ് ദ ആൻസർ? എങ്ങനെ? ടു ഗെറ്റ് എൻ ആൻസർ വൺ ഹാസ് ടു പെർഫോം കെമിക്കൽ അനാലിസിസ്. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. വി കൻ ടേക്ക് എനി ലിവിംഗ് ടിഷ്യൂ ആൻഡ് ഗ്രൈൻഡ് ഇറ്റ് ഇൻ ട്രൈക്ലോറോഅസെറ്റിക് ആസിഡ്. പിന്നെന്താണ്? വി ഒബ്റ്റെയിൻ തിക് സ്ലറി. ഇഫ് വി വർ ടു സ്ട്രെയിൻ ദിസ് ത്രൂ എ ചീസ് ക്ലോത്ത് ഓർ കോട്ടൺ വി വുഡ് ഒബ്റ്റെയിൻ ടു ഫ്രാക്ഷൻസ്. വൺ ഇസ് കോൾഡ് മോർ എന്താണ്? ആസിഡ് soluble pool. And the second, the retentate of the acid insoluble fraction. Scientists have found the thousands of organic compounds എവിടെ? ആസിഡ് സോല്യൂബിൾ പൂൾ. നമ്മൾ ഫിൽട്രേറ്റില് സയന്റിസ്റ്റ് എന്ത് ചെയ്ത്? തൗസൻഡ്സ് ഓഫ് കോമ്പൗണ്ട്സ്. ഹയർ ക്ലാസ്സസ് യു വിൽ ലേൺ അബൌട്ട് എങ്ങനെയാണ് ഒരു കെമിക്കൽ അനാലിസിസ് ചെയ്യാന്നൊക്കെ നിങ്ങൾ എന്ത്. ഓക്കെ, ഇനി ഇവിടെ നോക്കെ. അനലിറ്റിക്കൽ ടെക്നിക് വെൻ അപ്ലൈഡ് ടു ദ കോമ്പൗണ്ട് ഗിവ് us an idea of the molecular formula and the probable structure of the compound. അതായത് ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായത്? അനലിറ്റിക്കൽ ടെക്നിക്ക് വഴി നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഭവത്തിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ അതിന്റെ എന്താണ് പ്രോബബിൾ സ്ട്രക്ചർ ഒക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇനി ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ദ കാർബൺ കോമ്പൗണ്ട്സ് we get from living tissue can be called എന്താണ്? ബയോ മോളിക്യൂൾസ്. അതാണ് all the carbon compounds that get from living tissue നമ്മൾ എന്ത്? ബയോമോളിക്യൂൾ. കോമ്പൗണ്ട് എലമെന്റ് മാത്രമല്ല, കോമ്പൗണ്ട് ഉണ്ട്, അല്ലേ? അപ്പൊ ഈ ഇനോർഗാനിക് ഏതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓർഗാനിക് നമ്മൾ കണ്ടുപിടിച്ചില്ല. ഇനോർഗാനിക് ഡിസ്ട്രക്റ്റ് ആയിട്ട് ഒരു ഭാഗം എന്താണ്? നമ്മളൊരു സ്മോൾ പീസ് വെയ് ചെയ്ത്, അല്ലെങ്കിൽ പീസ് ഓഫ് ലിവർ അങ്ങനെ വെയ് ചെയ്യണേ നമ്മൾ എന്ത് വിളിക്കും? അതിന് ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കും. നമ്മൾ അതിന് എന്ത് ചെയ്ത് സോറി, അതിന് നമ്മൾ വെറ്റ് വെയിറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ വെയിറ്റ് ചെയ്യണേ നമ്മൾ വെറ്റ് വെയിറ്റ്. നമ്മൾ അതിന് ഡ്രൈ ചെയ്യാൻ വെച്ച് അപ്പൊ എന്ത് ചെയ്ത്? എല്ലാ വാട്ടറും എന്തായി പോയി? ഇവാപറേറ്റ് ആയി പോയി. ഇപ്പുള്ള വെയിറ്റ് നമ്മൾ എന്ത് വിളിക്കും? ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കും. ടിഷ്യൂ ഡ്രൈ ഇറ്റ്, ഓൾ ദ വാട്ടർ യൂസ് റിമൈനിങ് മെറ്റീരിയൽ ഗിവ്സ് എന്താണ്? ഡ്രൈ വെയിറ്റ്. നൗ ഇഫ് ദ ടിഷ്യൂ ഈസ് ഫുള്ളി ബേൺ, നമ്മൾ അതിനെ ബേൺ ചെയ്ത് ഓൾ ദ കാർബൺ ഗേഷ്യസ് ഫോം. അതായത് എന്താണ്? കാർബൺ ഒക്കെ എന്തായി? കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറൈറ്റ് എന്ത് ചെയ്ത്? ഓക്സിഡൈസ് ആയി പോയി. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ആഷ് എന്ന് വിളിക്കും. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ദിസ് ആഷ് കണ്ടെയ്ൻസ് ഇനോർഗാനിക് എലമെന്റ്സ് ലൈക്ക് കാൽഷ്യം, മാഗ്നൈറ്റ് എക്സെട്ര.
Okay, are seen in the acid soluble fraction. Hmm? Therefore, elemental analysis gives elemental composition of living. Elemental analysis ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? Elemental composition. ഈ ലിവിങ് ടിഷ്യൂസിന്റെ elemental composition നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. While analysis of compound gives an idea of the kind of organic and inorganic constituent. നമ്മളിപ്പോ ഒരു കോമ്പൗണ്ടിനാണ് അനലിക് കോമ്പൗണ്ട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കെമിസ്ട്രി പോയിന്റ് അയാള് അയാള് അപ്പൊ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ നിൽക്കും എന്ത് ചെയ്യാം ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഇതിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കും? ആൽഡിഹൈഡും കീറ്റോണും ആൽക്കഹോളും ആസിഡും ഒക്കെ എന്ത് ചെയ്യും കണ്ടുപിടിക്കും. നമ്മള് ബയോളജിസ്റ്റ് ആണ്. നമ്മള് ബയോളജിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തൊക്കെ ക്ലാസിഫൈ ചെയ്യാം? അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്, ബേസ്, ഫാറ്റി ആസിഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ടേബിളും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റത്തെ ടേബിളിൽ നിങ്ങൾ വാല്യൂ കണ്ടിട്ട് പഠിക്കണം ഞാൻ പറയണ്ട. പക്ഷെ എർത്ത് ക്രസ്റ്റിനെയും ഹ്യൂമൻ ബോഡിനെയും കമ്പയർ ചെയ്തിട്ട് ഏതൊക്കെ എലമെന്റ് ഹൈഡ്രജൻ നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഏതൊക്കെ എലമെന്റ് ആണ്, ഏതിലേക്ക് കൂടുതൽ, ഏതൊക്കെ എലമെന്റ് ആണ് ഏതിലേക്ക് കുറവ് എന്നുള്ളത് എന്ത് ചെയ്യാം കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അതേപോലെ അതേപോലെ ഈ ടേബിള് ഇതില് എന്താണ് ഏതൊക്കെ ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ലിവിങ് ടിഷ്യൂലുണ്ട് ജസ്റ്റ് പേര് നോക്കുക. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, വാട്ടർ കോമ്പൗണ്ട്സ്. ഇത്രയും സംഭവങ്ങൾ എന്തുണ്ട് ലിവിങ് ടിഷ്യൂലുള്ള ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മേ ബി ഇതൊന്നും ചോദിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് amino acids are organic compounds containing an amino group and acid group. Amino acid root മീത്തേൻ എന്ന് വിളിക്കും. അമിനോ ആസിഡ് നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ നമുക്കറിയാം കാർബൺ എന്തുണ്ട്? കാർബൺ 4, 1, 2, 3, 4 അല്ലെ? മീത്തേൻ എന്ന് പറഞ്ഞ എന്താണ്? CH4 ആണ്. അപ്പൊ കാർബണിന്റെ 4 വാലൻസീസും ആരായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യാം? ഹൈഡ്രജൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യാം അല്ലെ? കാർബണിന്റെ 4 വാലൻസിയും ആരായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക? അല്ലെ? അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീത്തേൻ ആണ്. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ഹൈഡ്രജന് പകരം ഇവിടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു കാർബോക്സിലിക് ആസിഡ് വരും. ഇവിടുത്തെ ഹൈഡ്രജന് പകരം എന്ത് വരും? ഒരു NH2 വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ താഴത്തേക്ക് എന്താ ഉള്ളത്? താഴത്തേക്ക് ഏതെങ്കിലും ഒരു R ഗ്രൂപ്പ് എന്തും ആവാം. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് കാർബോക്സിലിക് ആസിഡ് അസിഡിക്, NH2 എന്താണ്? ബേസിക് ആണ്. ഇവ രണ്ടുപേരും ഈക്വലി സ്ട്രോങ് ആണ്. യൂഷ്വലി ഡിഫൈൻ ചെയ്യലാണ് ഈ ആർ ഗ്രൂപ്പാണ് എന്ത്? അമിനോ ആസിഡിന്റെ പ്രോപ്പർട്ടി എന്ത് യൂഷ്വലി ഡിഫൈൻ ചെയ്യല്. കണ്ടെയ്നിങ് എന്താണ്? ഒരു അമിനോ ഗ്രൂപ്പ്. ദേ ആർ കോൾഡ് ആൽഫ അമിനോ ആസിഡ്. അതായത് ആൽഫ അമിനോ ആസിഡ് ദേ ആർ 4 substituted groups of these proteins എന്താണ്? പ്രോട്ടീൻസ് എന്താണ്? അമിനോ ആസിഡിന്റെ പ്രോട്ടീൻസ് ഉണ്ടാവാം അല്ലെ? അപ്പൊ ഈ അമിനോ ആസിഡിന്റെ ബേസിൽ
സാറിന്റെ നെറ്റിന് എന്തോ ഇഷ്യൂ ആണെന്നതാണ്. ഓക്കെ, ദ ആർ ഗ്രൂപ്പ് ഇൻ ദ പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ് കുഡ് ബി ഹൈഡ്രജൻ. ആ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗ്ലൈസിൻ എന്ന് വിളിക്കും. അതൊരു മീഥൈൽ ഗ്രൂപ്പ് CH3 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അലാനിൻ എന്ന് വിളിക്കും. അതൊരു ഹൈഡ്രോക്സി മീഥൈൽ, അതായത് CH3OH ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ സെറിൻ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ട. H ആണെങ്കിൽ ഗ്ലൈസിൻ, CH3 ആണ് അലാനിൻ, പിന്നെന്താണ്? CH2OH ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? സെറീൻ എന്ന് വിളിക്കും. ഓക്കെ, അത് മറക്കരുത്. അതെപ്പോഴും എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കലുണ്ട്. ഓക്കെ, the chemical and physical properties of amino acids are essentially of the amino and carboxyl and R functional group. എന്താണ് ഒരു അമിനോ ആസിഡിന്റെ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? അതിന്റെ അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, പിന്നെന്താണ് ആർ ഗ്രൂപ്പ്, അതായത് ആ വേരിയബിൾ ഗ്രൂപ്പ്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ദർ ആർ അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്സ്. അതായത് എന്താണ്, എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട്, എത്ര അല്ലെങ്കിൽ എത്ര കാർബോക്സിൽ ഗ്രൂപ്പ് വേണമെങ്കിൽ അസിഡിക് അമിനോ ആസിഡ് ഉണ്ട്, ബേസിക് അമിനോ ആസിഡ് ഉണ്ട്, ന്യൂട്രൽ അമിനോ ആസിഡ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കുക. അസിഡിക് ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് ആലിക്കും ആസിഡ് എന്ന് വരുമ്പോൾ നമുക്ക് ആലിക്ക എന്താണ്? അസിഡിക് ആണ്. ബേസിക് ആണ് ലൈസിൻ, ന്യൂട്രൽ ആണ് എന്ത്? വാലിൻ. ഇതെപ്പോഴും എന്തുണ്ട്? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് കാണാറുണ്ട്. ഓക്കെ, സിമിലർലി ദർ ആർ അരോമാറ്റിക് അമിനോ ആസിഡ്സ്. ഏതൊക്കെയാണ്? ഇതും ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ടൈറോസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ഒക്കെ എന്താണ്? അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. A particular property of amino acid is the ionizable nature of NH2COH group. Hence, in solutions of different pH, the structure of amino acid എന്താണ്? ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നോക്കും, ശരിക്കും എന്താണ്? NH3COOH ആണ് അല്ലെ? NH3COOH ആണ്. ഇവിടുന്ന് എന്താ ഉണ്ടാവുക വെച്ചാല്, സോറി, ശരിക്കും എന്താണ്? NH2COOH ആണ് അല്ലെ? ഇവിടുന്ന് ഒരു H എന്ത് ചെയ്യും? അയണൈസ് ചെയ്തിട്ട് എന്നിലേക്ക് വരും. ഇവിടെ CO- NH3+ഉം. ഇപ്പൊ ഇതൊരു അയോൺ ആയിട്ട് മാറിയില്ലേ? ഇവിടെ ഒക്കെ ഓക്കെയാണ്. NH2COOH ആവുമ്പോൾ ഓക്കെയാണ്. നേരെ മറിച്ച് ഇത് അയണൈസ് ചെയ്തിട്ട് CO- NH3+ ആവുമ്പോൾ ഇത് എന്തായിട്ട്? ഒരു അയോൺ ആയിട്ട് മാറി അല്ലെ? അപ്പൊ എന്താണ്? അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. ഈ ബി ഇല്ലേ, ഇതിന് നമ്മൾ എന്ത് വിളിക്കും? സ്വിറ്റർ അയോണിക് ഫോം എന്ന് വിളിക്കും. ഇത് നമ്മൾ എന്ത് വിളിക്കും? സ്വിറ്റർ അയോണിക് ഫോം. അപ്പോ അതും ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ സ്വിറ്റർ അയോണിക് ഫോം ഓഫ് അമിനോ ആസിഡ് എന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോ ഇതാണ് ഇവിടെ പ്ലസും ഇവിടെ മൈനസും. ഫസ്റ്റത്തിൽ നോക്കി NH3+ മാത്രമേ ഉള്ളൂ, അടുത്തിൽ CO- മാത്രമേ ഉള്ളൂ. അതല്ല, ഈ ബി ഫോമിനെയാണ് നമ്മൾ എന്ത് അങ്ങനെ വിളിക്കുക. ഓക്കെ, ഇനി ലിപ്പിഡ്സ് ആർ ജനറലി എന്താണ്? വാട്ടർ insoluble. They could be simple fatty acids. A fatty acid has a carboxyl group attached to an R group. The R group could be methyl or ethyl or higher number of CH2 groups. For example, പാമറ്റിക് ആസിഡ് എന്താണ്? ഫാറ്റി ആസിഡിന് എന്താണ്? ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്? COH അല്ലെ? അപ്പോ ഫാറ്റി ആസിഡിൽ എന്താണ്? ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു ആർ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാറ്റി ആസിഡ് എന്ന് വിളിക്കുക അല്ലെ? ഇത് ആർ ഗ്രൂപ്പ് എന്തും ആവാം. മീഥൈൽ ആവാം, ഈഥൈൽ ആവാം, അല്ലെങ്കിൽ ഹയർ നമ്പർ ഓഫ് എന്താണ്? CH2 ഉള്ളതാവാം. അപ്പൊ ഇവിടെ പറയേണ്ടത്, പാമിറ്റിക് ആസിഡ് ഹാസ് 16 കാർബൺ ആറ്റംസ് ഇൻക്ലൂഡിംഗ് ദ കാർബോക്സിൽ കാർബൺ, whereas എന്താണ്? അരാക്കിഡോണിക് ആസിഡ് ഹാസ് 20 കാർബൺ ആറ്റം ഇൻക്ലൂഡിംഗ് ദ കാർബോക്സിൽ കാർബൺ. ഇത് രണ്ടും മറക്കരുത്. ഇതും ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എവിടുന്ന് വേണേലും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പാമിറ്റിക് ആസിഡ് എന്താണ്? 16 കാർബൺ ആറ്റംസും അരാക്കിഡോണിക് ആസിഡിന് 20 കാർബൺ ആറ്റംസും. ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ദിസ് ഇസ് ഇൻക്ലൂഡിംഗ് ദ കാർബോക്സിൽ അതായത് COHന്റെ സിയും കൂടി കൂട്ടിയിട്ടാണ് 16ഉം 20ഉം വരിക. അപ്പൊ എക്സ്ക്ലൂഡിംഗ് ദ കാർബോക്സിൽ കാർബൺ എന്ന് പറഞ്ഞാൽ എന്തായി? അത് തെറ്റിപ്പോയി. ഓക്കെ, ഇനി ഫാറ്റി ആസിഡ് കുഡ് ബി സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സോറി, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ഡബിൾ ബോണ്ട്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. ഓക്കെ. അനദർ സിമ്പിൾ ലിപ്പിഡ് ഇസ് ഗ്ലിസറോൾ വിച്ച് ഇസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഓക്കെ. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈനെ നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലിസറോൾ എന്ന് വിളിക്കുക. അതൊരു സിമ്പിൾ ലിപ്പിഡ് ആണ്. ഇതാ ഇവിടെ കണ്ട, ഇതാണ് ഗ്ലിസറോൾ. കണ്ട, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. CH2OH, CH2OH, CH2OH. ട്രൈ ഹൈഡ്രോക്സി. ഹൈഡ്രോക്സി പറഞ്ഞ എന്താണ്? OH ഗ്രൂപ്പ്. അപ്പൊ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. CH2 എന്താണ്? പ്രൊപ്പൈൻ. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഗ്ലിസറോൾ എന്ന് വിളിക്കും അല്ലെ? മെനി ലിപ്പിഡ്സ് ആവും. ബോത്ത് ഗ്ലിസറോളും ഉണ്ടാവും, ഫാറ്റി ആസിഡ് ഉണ്ടാവും. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു R ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്യേണ്ടത്. ഹിയർ ദ ഫാറ്റി ആസിഡ്സ് ആർ ഫൗണ്ട് എസ്റ്ററിഫൈഡ് വിത്ത് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി എന്ത് ചെയ്യും? എസ്റ്ററിഫൈ ചെയ്യും. ഓക്കെ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി എന്ത് ചെയ്യും? എസ്റ്ററിഫൈ ചെയ്യും. ഓക്കെ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ത് ചെയ്യും? എസ്റ്ററിഫൈ ചെയ്യും. ഓക്കെ. Okay. They can be then monoglycerides, diglycerides or triglycerides. എന്താവാം? മോണോഗ്ലിസറൈഡ്സ് ആവാം, ഡൈഗ്ലിസറൈഡ്സ് ആവാം, ട്രൈഗ്ലിസറൈഡ്സും ഉണ്ടാവാം. ദീസ് ആർ ആൾസോ കോൾഡ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ബേസ്ഡ് ഓൺ ദ മെൽറ്റിംഗ് പോയിന്റ്സ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഫാറ്റ് എന്നും ഓയിൽ എന്നും ഒക്കെ വിളിക്കാം. എന്തിന്റെ ബേസിസ്? മെൽറ്റിംഗ് പോയിന്റിന്റെ ബേസിൽ. ഓയിൽസ് ഹാവ് ലോവർ മെൽറ്റിംഗ് പോയിന്റ്. എക്സാമ്പിൾ ജിഞ്ചലി ഓയിൽ. ഇതും ക്വസ്റ്റ്യൻ ആണ് ട്ടോ. ഈ ജിഞ്ചലി ഓയിൽ, ഓയിൽസിന് എന്താണ്? യൂഷ്വലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? വിന്റേഴ്സിലും ഓയിലായിട്ട് എന്ത് ചെയ്യും? റിമൈൻഡ് ചെയ്യും. Can you identify a fat from the market? Some lipids have phosphorus and phosphorylated organic compounds in them. ചില ലിപ്പിഡ്സ് എന്തുണ്ടാവും? ഫോസ്ഫറസ് ഉണ്ടാവും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ എന്ത് വിളിക്കും? ഫോസ്ഫോ ലിപ്പിഡ് എന്ന് വിളിക്കും അല്ലെ? ഫോസ്ഫോ ലിപ്പിഡ് ബൈലെയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? സെൽ മെമ്പറൈൻ്റെ. ദേ ആർ ഫൗണ്ട് ഇൻ സെൽ മെമ്പറൈൻ അല്ലെ? ലെസിത്തിൻ ഇസ് വൺ എക്സാമ്പിൾ. ഓക്കെ. Some tissue, especially the neural tissue, have lipids with more complex structures. അതാണ് അതിന്റെ എക്സാമ്പിൾ ആണ് സെഫാലിൻ. നിങ്ങൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബയോ കെമിസ്ട്രി ഒക്കെ കയറുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ. എന്താണ് സെഫാലിൻ? ഓക്കെ. എന്താണ്? സം ടിഷ്യൂ, എസ്പെഷ്യലി ദ ന്യൂറൽ ടിഷ്യൂസ്, ഹാവ് ലിപ്പിഡ് വിത്ത് മോർ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. പേര് പഠിക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ എന്ത് വിളിക്കും? സഫാലിൻ എന്ന് വിളിക്കും. ഇനി living organisms have a number of carbon compounds in which heterocyclic rings can be found. Heterocyclic എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെ? സം ഓഫ് ദിസ് ആർ നൈട്രജൻ ബേസസ്. ഏതൊക്കെയാണ്? നമുക്കറിയാം, അഡിനിന്, ഗുവാനിന്, സൈറ്റോസിന്, യുറാസില്, തൈമിന്. ഇതൊക്കെയാണ് എന്ത്? നൈട്രജൻ ബേസസ്. ഇനി നിങ്ങൾ പറയും, ഇതിൽ ഏതൊക്കെയാണ് എന്ത് പ്യൂരിൻസും ഏതൊക്കെയാണ് പിരമിഡിൻസും? അഡിനിനും ഗുവാനിനും ആണ് പ്യൂരിൻസ്. സൈറ്റോസിൻ, യുറാസിൻ, തൈമിനും എന്താണ്? പിരമിഡിൻസ് ആണ്. എന്താണ്? അഡിനിനും ഗുവാനിനും ആണ് എന്ത്? പ്യൂരിൻസ്. സൈറ്റോസിൻ, യുറാസിൻ, അതേപോലെ തൈമിൻ എന്താണ്? പിരമിഡിനാണ്. ഓക്കെ. വെൻ ഫൗണ്ട് അറ്റാച്ച്ഡ് ടു എ ഷുഗർ ദേ ആർ കോൾഡ് ന്യൂക്ലിയോസൈഡ്. അതായത് ഈ ഹെട്രോസൈക്ലിക് റിങ്സ് ആയിട്ടുള്ള അഡിനിന്, ഗുവാനിന്, സൈറ്റോസിൻ, യുറാസിൻ, തൈമിൻ ഏതും ആയിക്കോട്ടെ, അവരൊരു ഷുഗറിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ഓക്കെ. ഈ ഹെട്രോസൈക്ലിക് റിങ് എന്താണ്? ഒരു ഷുഗറിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെന്ത് വിളിക്കും? നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ഇനി അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടി വരികയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അവരെന്ത് വിളിക്കും? ന്യൂക്ലിയോ ടൈഡ് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ അവരെന്ത് വിളിക്കും? ന്യൂക്ലിയോ ടൈഡ് എന്ന് വിളിക്കും. അതായത് നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അതിന് നമ്മള് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മള് ന്യൂക്ലിയോ ടൈഡ് എന്ന് വിളിക്കും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോ
ടൈഡ് എന്ന് വിളിക്കും. ഓക്കെ, നൈട്രജൻ ബേസും ഷുഗറും കൂടെ ആണെങ്കിൽ ന്യൂക്ലിയോസൈഡ് ആണ്. അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ്. മറ്റേത് ന്യൂക്ലിയോ എന്താണ്? സൈഡ്. ഓക്കെ. അപ്പോ if a phosphate group is also found esterified to the sugar, they are called nucleotides. Adenosine, guanosine, thymidine, uridine, cytidine are nucleosides. ഏതൊക്കെയാണ്? അഡിനോസിൻ, ഗുവനോസിൻ, തൈമിഡിൻ, യൂറിഡിൻ, സൈറ്റിഡിൻ ഒക്കെ ന്യൂക്ലിയോസൈഡ്സ് ആണ്. ഓക്കെ. ഇനി അതിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ആഡ് ചെയ്ത് നമ്മൾ ന്യൂക്ലിയോടൈഡ് ആവുമ്പോൾ അവരെന്താ വിളിക്കുക? അഡിനിലിക് ആസിഡ്, thymidilic acid, guanilic acid, uridylic acid and cytidilic acid are nucleotides. അപ്പോ നിങ്ങളോട് ചോദിക്കും വിച്ച് അമംഗ് ദ ഫോളോയിങ്സ് ആർ ന്യൂക്ലിയോടൈഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ വരിക? ആ ഇഡിലിക് ആസിഡ്, ഇലിക് ആസിഡ് എന്നുള്ളതാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്സ്. അതിന് പകരം എന്താണ്? തൈമിഡിൻ, യൂറിഡിൻ, സൈറ്റിഡിൻ എന്നൊക്കെ ആണെങ്കിൽ എന്താ ആലോചിക്കുക? അവര് ന്യൂക്ലിയോസൈഡ്സ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ. നമുക്കറിയാം എന്താണ്? ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് DNA ആൻഡ് RNA കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി. RNA ആൻഡ് DNA എന്താണ്? ഫങ്ഷണൽ ജനറ്റിക് മെറ്റീരിയൽസ് ആണ്. ഇതിൽ എന്താണുള്ളത്? ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്. പിന്നെ ഈ ഒരു പേജ് ഉണ്ടല്ലോ നമ്മൾ NCERT ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോന്നിന്റെയും സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈസിന്റെ, അലാനിന്റെ, സെറിന്റെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാമറ്റിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, ഗ്ലിസറോൾ കൊടുത്തിട്ടുണ്ട്, ഫോസ്ഫോലിപ്പിഡ്. നമ്മൾ പറഞ്ഞ ലിപ്പിഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് വരുമ്പോൾ ഫോസ്ഫോലിപ്പിഡ് അല്ലെ? കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? നോക്കി വെക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നൈട്രജൻ ബേസസ് അഡിനിന്, അഡിനോസിൻ എന്ന് പറയുമ്പോ എന്താ ഉണ്ടാവുക? അവിടേക്ക് നൈട്രജൻ ബേസിൽക്ക് എന്ത് വരും? ഒരു ഷുഗർ വരും. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? അഡിനോസിൻ എന്ന് വിളിക്കും. പിന്നെ എന്താ വരിക? പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വരുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? അഡിനിലിക് ആസിഡ് എന്ന് വിളിക്കും. ഓക്കെ. ഇതിന്റെ സ്ട്രക്ചർ കഷ്ടപ്പെട്ട് വരച്ച് പഠിക്കണ്ട, പക്ഷെ എന്താണ് ഡിഫറൻസ് എന്ന് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? അറിഞ്ഞ് ഇരിക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി metabolites. Okay, the most exciting aspect of chemistry deals with isolating thousands of compounds, small and big, from living organisms, determining their structure and, if possible, synthesizing them. Okay, if one were to make a list of biomolecules, such a list would have thousands of organic compounds, including amino acids, sugars, etc. For reasons that are given in section, we can call these biomolecules as എന്താണ്? മെറ്റബോളിറ്റ്സ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ബയോമോളിക്യൂൾസ് പറഞ്ഞു? കാർബൺ ആണോ, ഹൈഡ്രജൻ, ഓക്സിജൻ, അല്ലെങ്കിൽ എന്തൊക്കെ ഇനോർഗാനിക്, ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കാം. അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മെറ്റബോളൈറ്റ്സ് എന്നും കൂടി വിളിക്കാൻ പറ്റും. ഇനി ആനിമൽ ടിഷ്യൂസിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? Animal tissues, the presence of all such categories of compounds shown in figure 9.1. അതായത് ഞങ്ങളോട് പറഞ്ഞില്ല, ഒരു ടേബിൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ക്രസ്റ്റിലുള്ള എലമെന്റ്, ഹ്യൂമൻ ബോഡിയിലുള്ള എലമെന്റ്, അതാണ് ടേബിൾ 9.1. തുടക്കത്തിലുള്ള ഈ ഒരു ടേബിൾ അല്ലെ? ഇതിലുള്ള എല്ലാ സംഭവത്തിനും നമ്മൾ എന്ത് വിളിക്കാം? മെറ്റബോളൈറ്റ് എന്ന് വിളിക്കും. മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാൻ പറ്റും? അവരെ നമുക്ക് പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഹൗവർ വൺ അനാലിസിസ് പ്ലാന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അനിമൽസിന്റെ കേസിലാണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലാന്റിനെ അനലൈസ് ചെയ്യാണ് വിചാരിക്കുക. പ്ലാന്റിനെ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സ് കൂടാതെ എന്തും കൂടി ഉണ്ട്? ചില സംഭവം കൂടി ഉണ്ട്. അതായത് ആൽക്കലോയിഡ്സ്, ഫ്ലവനോയിഡ്സ്, റബ്ബർ എസെൻഷ്യൽ ഓയിൽസ്, ആന്റിബയോട്ടിക്സ്, കളേർഡ് പിഗ്മെന്റ്സ് പോലെയുള്ള കുറച്ച് സംഭവം കൂടി പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട വെച്ചാല് പ്ലാന്റ്സിൽ മാത്രമേ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉള്ളൂ. അനിമൽസിൽ എന്താണ്? പ്രൈമറി മെറ്റബോളൈറ്റ്സ് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പൊ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കും. ഇനി പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ഒരു ഐഡന്റിഫയബിൾ ഫംഗ്ഷൻ ഉണ്ട്.
അവർക്കൊരു ഇന്ന റോൾ ഉണ്ട്. എന്ത്? നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ. അതായത് ഒരു പ്ലാന്റിന്റെ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ എന്തുണ്ട്? ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ഒരു ഐഡന്റിഫയബിൾ ഒരു ഇന്ന ഫംഗ്ഷൻ അതിനുണ്ട്. ഈ ഫംഗ്ഷൻ പ്രൈമറി മെറ്റബോളൈറ്റിന്റെ ഫംഗ്ഷൻ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോളും കാര്യങ്ങളും ഒന്നും എന്തില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പല സംഭവങ്ങളും ഹ്യൂമൻസിന് യൂസ്ഫുൾ ആണ്, പക്ഷെ എങ്കിൽ പോലും എന്താണ്, ഒരു പ്രത്യേകിച്ച് എന്താണ് റോളും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ടെങ്കിലും ആ പ്ലാന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ റോൾ എന്താണ്? അൺനോൺ ആണ്. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് ആയിരിക്കാം ചോദ്യം. അതായത് ഇത് കൊടുക്കും, പിഗ്മെന്റ്സ് ഏതൊക്കെയെന്ന് ചോദിക്കും, കരോട്ടിനോയിഡ്സ്, ആന്തോസയനിൻസ്. ചിലപ്പോൾ ഓപ്ഷനിൽ എന്തുണ്ടാവും? മോർഫിൻ, കൊഡിൻ, അല്ലെങ്കിൽ മോണോടെർപ്പിൻ, കരോട്ടിനോയിഡ് അങ്ങനെ കൊടുക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ ടേബിള് പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? കരാട്ടിനോയിഡ്സും ആന്തോസയനിൻസും. ആൽക്കലോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് മോർഫിനും കൊഡീനും. ടെർപ്പിനോയിഡ്സ് ആണ് മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. അത് പിന്നെ പഠിക്കാൻ എളുപ്പമല്ലേ, അവസാനം ടെർപ്പിൻ വരുന്നുണ്ട്. പിന്നെ എസെൻഷ്യൽ ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, നമ്മളെ പുൽത്തൈലം അല്ലെ, അതും പഠിക്കാൻ എളുപ്പമാണ്. ടോക്സിൻ, ആബ്രിൻ, റെസിൻ. ഈ ടോക്സിന്റെ ലാസ്റ്റ് എന്നാണ്? ആബ്രിൻ, റെസിൻ. ഞാൻ അങ്ങനെ പഠിച്ചത്, ലാസ്റ്റ് ഒക്കെ എന്നാണ്? ടോക്സിൻ, ആബ്രിൻ, റെസിൻ. ആ ഒരു എന്താണ് പറയുമ്പോഴുള്ള ഒരുപോലെയുള്ള സംഭവം, അതാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ലെക്റ്റിൻസ് എന്താണ്? കൺകണോവാലിൻ എ. ഡ്രഗ്സ്, വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. അതേപോലെ പോളിമറിക് സബ്സ്റ്റൻസ്, റബ്ബർ, ഗം, സെല്ലുലോസ്. എന്തൊക്കെ വന്നാലും ഈ ടേബിൾ പഠിക്കാണ്ട് എന്ത് ചെയ്യരുത്? പോകരുത്. മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. ഓക്കെ, അടുത്തത് ബയോ മാക്രോ മോളിക്യൂൾസ്. There is one feature common to all these compounds found in the acid soluble pool. അതായത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ്? ആസിഡ് സോല്യൂബിൾ പൂളുണ്ട്, ആസിഡ് ഇൻസോല്യൂബിൾ പൂളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അവര് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള വേറെയും ഫീച്ചർ ഉണ്ട്. അതിലൊരു ഫീച്ചറാണ് ഇപ്പൊ പറയുന്നത്. എന്താണ്? ആസിഡ് സോല്യൂബിൾ പൂളിൽ കാണുന്ന എല്ലാ സംഭവത്തിന്റെയും വെയിറ്റ് എന്താണ്? ഒരു 80 × 800 ഡാൾട്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോ കിട്ടിയത്. അതായത് നമ്മൾ ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, അതിൽ കണ്ട എല്ലാ കോമ്പൗണ്ട്സിന്റെയും വെയിറ്റ് എന്താണ്? 80 × 800 ഡാൾട്ടൺ ആണ് കിട്ടിയത്. ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനിൽ നമുക്ക് കാണാൻ പറ്റിയത് 4 ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? സെക്കൻഡ്, ഏതൊക്കെയാണ് 4 ടൈപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? പറയും. പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ആസിഡ് ഇൻസോല്യൂബിൾ പൂളിൽ കാണാൻ പറ്റും. These classes of compound, with the exception of lipids, have molecular weight in the range of 10,000 daltons and above. മറ്റേ നമ്മൾ എത്ര പറഞ്ഞേ? 18 to 800 ഡാൾട്ടൺ. ഏതില്? ആസിഡ് സോല്യൂബിൾ പൂളിൽ കണ്ട സബ്സ്റ്റൻസിന്. ഇവിടെ എന്താണ്? മോർ ദാൻ 10,000 ഡാൾട്ടൺ, വിത്ത് ആൻ എക്സെപ്ഷൻ ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ലിപ്പിഡിന് ശരിക്കും ഇത്രയും വെയിറ്റ് വരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ലിപ്പിഡിനെ നമ്മൾ ആസിഡ് ഇൻസോല്യൂബിൾ പൂളിൽ കൂട്ടിയെന്ന് വെച്ചാല് അതിന്റെ ഇത് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ പറയും, നമുക്ക് നോക്കാം. ഓക്കെ, 10,000 Daltons and above. For this very reasons, biomolecules, chemical compounds found in living organisms are of two types. One, those have molecular weight less than 1,000 Dalton. That the micromolecules, and are usually referred to as micromolecules or simply biomolecules. While those which are found in the acid insoluble fraction എന്താണ്? മാക്രോമോളിക്യൂൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, മൈക്രോമോളിക്യൂളും മാക്രോമോളിക്യൂളും. ആസിഡ് സോല്യൂബിൾ പൂളിൽ കാണുന്നതാണ് മൈക്രോമോളിക്യൂൾ, ആസിഡ് ഇൻസോല്യൂബിൾ പൂളിൽ കാണുന്നത് മാക്രോമോളിക്യൂൾസ്. The molecules in the insoluble fraction, with the exception of lipid. വീണ്ടും പറയണ്ട, ലിപ്പിഡ് എക്സെപ്ഷൻ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ലിപ്പിഡ് ഒരു എക്സെപ്ഷൻ ആയി പോയത്? അതായത് ഇത്രയും മോളിക്കുലർ വെയിറ്റ് ഇല്ല, എന്നിട്ടും ലിപ്പിഡിനെ എവിടെ കാണാൻ പറ്റി? ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനിൽ കാണാൻ പറ്റി. എന്തുകൊണ്ടാണ്?
Then why do lipids whose molecular weight do not exceed 800 Dalton come under acid insoluble fraction? That is macromolecular fraction. എന്തുകൊണ്ടാണ്? Lipids are indeed small molecular weight. Lipidsന് എന്താണ്? Molecular weight കുറവാണ്. And are present not only as such but also arranged into structures like എന്താണ്? Cell membranes and other membranes. Lipids നമ്മൾ ലിപിഡ്സിനെ കാണാൻ പറ്റും. സെൽ മെംബ്രെയിൻസിലൊക്കെ യൂഷ്വലി ലിപിഡ്സിനെ കാണാൻ പറ്റും. നമ്മൾ ഫോസ്ഫോലിപ്പിഡ് അല്ലെ, സെൽ സ്ട്രക്ചർ ഡിസ്റപ്റ്റ് ആയി അല്ലെ, സെൽ മെംബ്രെയിനും വെസിക്കിൾസ് ഫോം ചെയ്യും. ഈ വെസിക്കിൾസ് എന്തല്ല? വാട്ടർ സോല്യൂബിൾ അല്ല. അപ്പൊ അവരെന്ത് ചെയ്യൂല? ആസിഡ് സോല്യൂബിൾ പൂളിലേക്ക് പോവാതെ റിട്ടൻഡേറ്റിന്റെ കൂടെ ആസിഡ് ഇൻസോല്യൂബിൾ പൂളിൽ തന്നെ എന്ത് ചെയ്യും? നിൽക്കും. അതുകൊണ്ടാണ് ലിപ്പിഡും ഒരു മാക്രോ മോളിക്യൂൾ ആയിട്ട് മാറിയത്. വെയിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലിക്വിഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൽ കൂട്ടാൻ പറ്റില്ല. അമിനോ ആസിഡും പോളിസാക്രൈഡും ന്യൂക്ലിയോസൈഡ്സും മാത്രമേ എന്തിൽ വരുള്ളൂ? ആസിഡ് ഇൻസോല്യൂബിൾ പൂളിൽ വരണ്ടിരുന്നു. ഓക്കെ. Therefore, these membrane fragments in the form of vesicles get separated along with the acid insoluble pool and hence in the macromolecular fraction. Lipids എന്തല്ല? സ്ട്രിക്ട്ലി ഒരു മാക്രോ മോളിക്യൂൾ അല്ല. ക്വസ്റ്റ്യൻ ആണ്. ലിപ്പിഡ്സ് എന്തല്ല? സ്ട്രിക്ട്ലി ഒരു മാക്രോ മോളിക്യൂൾ അല്ല. ഇനി the acid soluble pool represent roughly the cytoplasmic composition. Acid soluble pool usually എന്താണ് എന്താ പറയാ ഇൻഡിക്കേറ്റ് ചെയ്യുക? യൂഷ്വലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? സൈറ്റോപ്ലാസ്മിക് കോമ്പോസിഷൻ ആയിരിക്കും. The macromolecules from the cytoplasm and organelles become the acid insoluble fraction. Macromolecules അതായത് സൈറ്റോപ്ലാസത്തിൽ നിന്നും ഓർഗനൽസ് എന്നൊക്കെയുള്ള മാക്രോ മോളിക്യൂൾസ് ആണ് എന്തായിട്ട് മാറിയത്? ആസിഡ് ഇൻസോല്യൂബിൾ പൂളായിട്ട് അല്ലെങ്കിൽ ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷൻ ആയിട്ട് മാറിയത്. ഓക്കെ. ടുഗദർ എന്താണ്? എൻറ്റയർ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗാനിസംസ്. In summary, if we represent the chemical composition of living tissue from abundance point of view, arrange them classways, we observe that water is the most abundant chemical in living organism. The question is, which is the most abundant chemical in living organism? Simple, water. Okay, water is the most abundant chemical in living organism. Okay. ഈ ടേബിളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സെല്ലുലാർ മാസ് തരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. ഏറ്റവും കൂടുതൽ വാട്ടർ, പിന്നെ പ്രോട്ടീൻ, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിക് ആസിഡ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, പിന്നെ ലിപ്പിഡ്, പിന്നെ അയോൺ. ഓക്കെ. ഏതർ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടോ പഠിക്കാം. അതേപോലെ ഇതിന്റെ അമൗണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോ ഇതിലോ ചോദിക്കാം. ഈ ടേബിളും എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അടുത്തതാണ് എന്ത്? അടുത്തതാണ് പ്രോട്ടീൻസ്. ഓക്കെ. പ്രോട്ടീൻസ് ആർ പോളിപെപ്റ്റൈഡ്സ്. നമുക്കറിയാം എന്താണ് പ്രോട്ടീൻസ്? എന്താണ്? പോളിപെപ്റ്റൈഡ്സ് ആണ്. They are linear chains of amino acid linked by peptide bond. എന്താണ്? അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ട് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ലീനിയർ ചെയിനെ നമ്മൾ എന്ത് വിളിക്കാം? പ്രോട്ടീനെ വിളിക്കാം. ഓക്കെ. അപ്പൊ പ്രോട്ടീന്റെ മോണോമേഴ്സ് എന്താണ്? അമിനോ ആസിഡ്സ് ആണ് അല്ലെ? As there are 20 types of amino acids, നമ്മൾ പറഞ്ഞു 20 types of amino acids ഉണ്ട്. അതിൽ 10 എസെൻഷ്യലും 10 എന്താണ്? നോൺ എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാല് അത് നമുക്ക് പുറത്തുനിന്ന് എടുക്കണം. നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആണ്. അത് നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. അതായത് ഫുഡ് വഴിയോ അത് സോഴ്സസ് വഴി നമ്മൾ എന്ത് ചെയ്യണം? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എടുക്കണം. വേറസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ തന്നെ എന്തായിട്ടുണ്ടാവും? ഉണ്ടായി കൊണ്ട് ഇരിക്കുന്നുണ്ടാവും. ഓക്കെ. ഈ 20 അമിനോ ആസിഡിൽ 10 എസെൻഷ്യലും 10 എന്താണ്? നോൺ എസെൻഷ്യലും ആണ്. അങ്ങനെ ഞാനിത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണോന്ന് അറിയില്ല. വിച്ച് അമംഗ് എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ എന്ന്. ഇൻ കേസ് നിങ്ങൾക്ക് ആ 20യും ഡിഫറൻഷിയേറ്റ് അറ്റ്ലീസ്റ്റ് 10 എസെൻഷ്യൽ ഏതാന്ന് പഠിച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 നോൺ എസെൻഷ്യൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മിനിറ്റ്.
10 എസെൻഷ്യൽ പഠിച്ചാൽ 10 നോൺ എസെൻഷ്യൽ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഈച്ച് പ്രോട്ടീൻ ഇസ് പോളിമർ നമ്മൾ പറഞ്ഞു. 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സിന്റെ എക്സാമ്പിൾ അലാനിൻ, സിസ്റ്റീൻ, പ്രോലീൻ, ടിപ്റ്റോഫിൻ, ലൈസിൻ. ഈ പ്രോട്ടീൻ ഇസ് എ ഹെട്രോ പോളിമർ ആൻഡ് നോട്ട് എ ഹോമോ പോളിമർ. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻ എന്താണ്, ഹെട്രോ പോളിമർ ആണ്. അതായത് സെയിം അമിനോ ആസിഡ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഡിഫറെന്റ് അമിനോ ആസിഡ് ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻ ആവുക. സെയിം അമിനോ ആസിഡ് ആകുമ്പോഴേ നമുക്ക് അതിന് ഹോമോ പോളിമർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പ്രോട്ടീൻ എന്താണ്, ഒരു ഹെറ്ററോ polymer ആണ്. A homopolymer has only one type of monomer repeating n number of times. Okay, this information about the amino acid content is important as later in your nutrition lessons you will learn that certain amino acids are essential for our health. അതാണ് essential amino acid and they are supplied to our diet. ഫുഡ് വഴി എടുക്കുന്നതാണ് അല്ലെ. Hence dietary proteins are the source of essential amino acids. Therefore, amino acids can be essential or non-essential. The later are those which our body can make. അതാണ് non-essential. While we get essential amino acids for diet or food. Proteins carry out many functions in living organisms. Some transport nutrients across cell membranes, some fight infections or infectious organisms, some are hormones and some are enzymes. അല്ലെ. അപ്പൊ ഇതും നിങ്ങൾ നോക്കി വെക്കേണ്ട വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടേബിളാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, പ്രോട്ടീൻസ്, പ്രോട്ടീന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ്. കൊളാജൻ കൊളാജൻ ഇൻ ദ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ്. ട്രിപ്സിൻ എന്താണ്, ട്രിപ്സിൻ ഒരു എൻസൈം ആണ്, അതും ഒരു പ്രോട്ടീൻ ആണ്. എൻസൈംസ് ആർ പ്രോട്ടീൻ. ഇൻസുലിൻ എന്താണ്, അതും പ്രോട്ടീൻ ആണ്. ആന്റിബോഡി, ഓക്കെ, ആന്റിബോഡി എന്താണ്, പ്രോട്ടീൻ ആണ്. ആന്റിബോഡി എന്താ ചെയ്യുക, ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്. റിസപ്റ്റർ എന്താ ചെയ്യുക, റിസപ്റ്റേഴ്സും പ്രോട്ടീൻ ആണ്, സെൻസ് ഒക്കെ പോലെയുള്ള. പിന്നെ ഗ്ലൂട്ട് ഫോർട്ട് ഇൻറ്റു സെൽഫ്, ഗ്ലൂട്ട് ഫോർം എന്താണ്, പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നത് ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പല സ്ഥലത്തായിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് കോമൺ സെൻസ് വെച്ചില്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ടെങ്കിലും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ സെന്റൻസ് ആൻഡ് ആർ യു റുബിസ്കോ, അറിയല്ല, റുബിസ്കോ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ, റുബുലോസ് ഇൻ ദ ഹോൾ ഓഫ് ദ റുബിസ്കോ, ഹോൾ ഓഫ് ദ ബയോസ്ഫിയറുമാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊളാജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ് ആൻഡ് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. റുബിസ്കോ എന്താണ്, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്താണ്, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തതാണ് പോളിസാക്കറൈഡ്സ്. ഇപ്പൊ നമ്മൾ പ്രോട്ടീൻസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത എന്താണ്, പോളിസാക്കറൈഡ്സ്. ദ ആസിഡ് ഇൻസോല്യൂബിൾ പെല്ലറ്റ് ആൾസോ ഹാസ് പോളിസാക്കറൈഡ്സ്. നമ്മൾ പറഞ്ഞു അതിൽ കണ്ടിട്ടുള്ള 4 സംഭവങ്ങളിൽ ഒന്നാണ് എന്ത്, പോളിസാക്കറൈഡ്സ്. As another class of macromolecules. Polysaccharides are long chains of sugar. Polysaccharides എന്താണ്, long chains of sugars ആണ്. They are thread containing different monosaccharides as building blocks. അവരെന്താണ്, ഒരു കോട്ടൺ ത്രെഡ് പോലെ അതിൽ എന്തായിരിക്കും, ഡിഫറെന്റ് എന്തുണ്ടാവും, മോണോസാക്രൈഡ്സ് ഉണ്ടാവും ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, സെല്ലുലോസ് ഇസ് എ പോളിമറിക് പോളിസാക്രൈഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്, അതായത് ഗ്ലൂക്കോസ്. ഒരുപാട് ഗ്ലൂക്കോസ് ചേർത്ത് 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 വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, സെല്ലുലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെല്ലുലോസ് എന്താണ്, ഒരു ഹോമോ പോളിമർ ആണ് അല്ലേ.
സെയിം മോണോമർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. Cellulose is a homopolymer. Starch is a variant of this but present as a ഒരു വേരിയന്റ് ആണ്. സ്റ്റാർച്ചിന്റെ ഫംഗ്ഷൻ. Animal have another variant called glycogen. അനിമലിൽ എന്തുണ്ട്? ഗ്ലൈക്കോജൻ ഉണ്ട്. അതും എന്താണ്? ഒരു പോളിമറാണ്. ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. അതായത് ഒരുപാട് ഫ്രക്ടോസ് ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഇനുലിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വായിച്ചു പോകുമ്പോൾ അത് ഇൻസുലിൻ ആവരുത്. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതൊരു ഹോർമോൺ ആയി, അതൊരു പ്രോട്ടീൻ ആണ്. എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയാ, അത്രയും കെയർലെസ്നെസ് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രയും മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി ചെയ്തിട്ടുണ്ട്, ഇൻസുലിനും തന്നിട്ടുണ്ടെന്ന് ഇനുലിനും തന്നിട്ടുണ്ട്. ഞാൻ പോയി ഇൻസുലിൻ മാർക്ക് ചെയ്ത്, അപ്പൊ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്ത് നിങ്ങൾക്ക് വരരുത്. ഇനുലിൻ ആണ്, ഇൻസുലിൻ അല്ല. ഓക്കെ. ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ് എന്താണ്? ഫ്രക്ടോസ്. In a polysaccharide chain, the right end is called the reducing end and the left end is called എന്താണ്? Non-reducing end. Okay. It has branches as shown in the form of a cartoon. Starch forms helical secondary structures. In fact, starch can hold I2 molecules in the helical portion. Starch I2 is blue in color. Cellulose does not contain complex helices and hence cannot hold എന്താണ്? I2. അപ്പൊ ഇവിടെ നോക്ക്, എന്താണ് ഈ പോളിസാക്കറൈഡ് ഇങ്ങനെ എന്താണ് ഒരു ചെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റൈറ്റ് എൻഡിന് നമ്മൾ റെഡ്യൂസിങ് എൻഡ് എന്നും ലെഫ്റ്റ് എൻഡിന് നമ്മൾ നോൺ റെഡ്യൂസിങ് എൻഡ് എന്നും വിളിക്കാം. എന്ന് ആലോചിക്കുക. റൈറ്റ് റെഡ്യൂസിങ്, റൈറ്റ് നമ്മൾ എന്ത് വിളിക്കും? റെഡ്യൂസിങ്. ലെഫ്റ്റ് എന്താണ്? നോൺ റെഡ്യൂസിങ് എൻഡ്. ഓക്കെ. ഇറ്റ് ഹാസ് ബ്രാഞ്ചസ് ആസ് ഷോൺ ഇൻ ദ ഫോം ഓഫ് കാർട്ടൂൺ. ഇതിൽ കാണിച്ച പോലെ കണ്ട അവിടെ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ്, മരത്തിന്റെ ചില്ലകൾ വന്ന പോലെ ബ്രാഞ്ചസ് വരുന്നില്ല. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരവിടെ ഹെലിക്കൽ പോർഷൻസ് ഫോം ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ I2 എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. അതായത് അയോഡിൻ എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർച്ചിനാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളത്. സ്റ്റാർച്ചിന് നമുക്ക് അയോഡിൻ ഒഴിച്ചാൽ നമുക്ക് ബ്ലൂ കളർ കിട്ടും. കാരണം എന്താണ്? സ്റ്റാർച്ച് എന്ത് ചെയ്യും? ഈ അയോഡിനെ ആ ഹെലിക്കൽ പോർഷനിൽ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. സെല്ലുലോസിന് ഈ ഒരു സംഭവം ഇല്ല, ഈ കോംപ്ലക്സ് ഹെലിസസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലുലോസിൽ നമ്മൾ അയോഡിൻ ആഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ ബ്ലൂ കളർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ. ഈ ഡയഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യരുത്? പറ്റ വിട്ട് കളയരുത്. ജസ്റ്റ് എന്ത് ചെയ്യാ? വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പോവാ. ഈ ലീനിയർ സംഭവത്തിന്റെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ട, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സൂം ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെയല്ലേ വരിക? ബ്രാഞ്ചസ് ഇങ്ങനെയല്ലേ വരിക? ഓക്കെ. ഇനി പ്ലാന്റ് സെൽ വാൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? സെല്ലുലോസ് ആണ്. പേപ്പർ മെയ്ഡ് ഫ്രം പ്ലാന്റ് പൾപ്പ് ആൻഡ് കോട്ടൺ ഫൈബർ എന്താണ്? സെല്ലുലോസിക് ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ. എന്താ പറഞ്ഞ? പ്ലാന്റ് ഫ്രം പ്ലാന്റ് പൾപ്പ് ആൻഡ് കോട്ടൺ ഫൈബറും എന്താണ്? സെല്ലുലോസിക് ആണ്. ദേ ആർ മോർ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ഇൻ നേച്ചർ. ഓക്കെ. ഏത്? സെല്ലുലോസ് ട്ടോ. ദേ ഹാവ് ആസ് ബിൽഡിംഗ് ബ്ലോക്സ് അമിനോ ഷുഗേഴ്സ് ആൻഡ് കെമിക്കലി മോഡിഫൈഡ് ഷുഗേഴ്സ്. ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് എന്തുണ്ട്? അമിനോ ഷുഗർ ഉണ്ട്, കെമിക്കലി മോഡിഫൈഡ് ഷുഗർ ഉണ്ട്. കെമിക്കലി മോഡിഫൈഡ് ഷുഗേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസാമിൻ, ഗാലക്ടോസാമിൻ ഒക്കെ. അതായത് ഈ ആർത്രോപോഡിന്റെ ഒക്കെ എക്സോസ്കെൽട്ടൻ ഉണ്ടല്ലോ, കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറഞ്ഞാല് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ ആണ്. കൈറ്റിൻ എന്താണ്? എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ ആണ്. എക്സോസ്കെൽട്ടൻ ഓഫ് ആർത്രോപോഡ്സ് ഫോർ എക്സാമ്പിൾസ് ഹാവ് എ കോംപ്ലക്സ് പോളിസാക്കറൈഡ് കോൾഡ് എന്താണ്? കൈറ്റിൻ. ദീസ് കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ മോസ്റ്റ്ലി എന്താണ്? ഹോമോ പോളിമേഴ്സ് ആണ്. അതായത് ഒരുപാട് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ ചേർത്ത് വെച്ചിട്ടാണ് എന്ത്? കൈറ്റിൻ ഉണ്ടാവുക. അപ്പൊ കൈറ്റിൻ എന്താണ്? ഒരു ഹോമോ പോളിമർ ആണ്. ഇതും ക്വസ്റ്റ്യൻ ആണ്. കൈറ്റിൻ ഒരു ഹോമോ പോളിമർ ആണ്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ വരാം?
എന്തിന് വരാം? ഏഹ് എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, അടുത്തതാണ് എന്ത്? അടുത്തതാണ് ന്യൂക്ലിക് ആസിഡ്സ്. ദ അതർ ടൈപ്പ് ഓഫ് മാക്രോമോളിക്യൂൾ ദാറ്റ് വൺ വുഡ് ഫൈൻഡ് ഇൻ ദ ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷൻ ഓഫ് എനി ലിവിംഗ് ടിഷ്യൂ ഈസ് ദ ന്യൂക്ലിക് ആസിഡ്സ്. അതായത് ഏതൊരു ടിഷ്യൂവിന്റെയും ആസിഡ് ഇൻസോല്യൂബിൾ ഫ്രാക്ഷനിൽ നോക്കിയാൽ കാണുന്ന അടുത്തൊരു കോമ്പൗണ്ട് ആണ് ഇത്, ന്യൂക്ലിക് ആസിഡ്. ഒരു സെക്കൻഡ്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് ആണ് ഇത്, ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ദേ ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. അവരെന്താണ്? ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നത്. അപ്പം ന്യൂക്ലിക് ആസിഡിന്റെ മോണോമേഴ്സ് എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ടുഗെദർ വിത്ത് പോളിസാക്കറൈഡ്സ് ആൻഡ് പോളിപെപ്റ്റൈഡ്സ് ദീസ് കംപ്രൈസ് ദ ട്രൂ മാക്രോമോളിക്കുലർ ഫ്രാക്ഷൻ ഓഫ് എനി ലിവിംഗ് ടിഷ്യൂ ഓർ സെൽ. ഒരു പോളിസാക്കറൈഡും പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസ് അല്ലെ, അമിനോ ആസിഡ്സ് ചേർന്നിട്ട്. അതേപോലെ ന്യൂക്ലിയോടൈഡും കൂടി ചേർന്നിട്ടാണ് എന്ത്? ട്രൂ മാക്രോമോളിക്കുലർ ഫ്രാക്ഷൻ ഓഫ് എനി ലിവിംഗ് ടിഷ്യൂ ഓർ സെൽ. ഇവിടെ എന്ത് പറയണില്ല? ഇവിടെ ലിപ്പിഡിനെ പറ്റി പറയുന്നില്ല. കാരണം നമ്മൾ ലിപ്പിഡ് ഒരു ട്രൂ ട്രൂ മാക്രോ അല്ലെങ്കിൽ ട്രൂ മാക്രോ മോളിക്യൂൾ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തൊക്കെയാ? പോളിസാക്കറൈഡ്, പോളിപെപ്റ്റൈഡ്. ഓക്കെ, ഫോർ ന്യൂക്ലിക് ആസിഡ്സ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഇസ് എ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോസൈഡ് എന്താണ്, നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ ഡിസ്കസ് ചെയ്ത്. എ ന്യൂക്ലിയോടൈഡ് ഹാസ് 3 കെമിക്കൽ ഡിസ്റ്റിങ് കോമ്പണൻസ്. ഏതൊക്കെയാണ്? ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരു ഷുഗർ ഉണ്ടാവും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. വൺ ഇസ് എ heterocyclic compound, the second is a monosaccharide, and third is a phosphoric acid or phosphate. Heterocyclic compound ആണ് നമ്മളെ നൈട്രജൻ ബേസ്, മോണോസാക്കറൈഡ് ആണ് നമ്മളെ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, as you notice in figure 9.1, the adenine, guanine, uracil, cytosine, thymine. Adenine and guanine are substituted purines, while the rest are എന്താണ്? Substituted pyrimids. ഓ, എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. എന്ത്? ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞ? അഡിനിനും ഗുവാനിനും പ്യൂരിൻ. എനിക്കത് എപ്പോഴും മാറും, പ്യൂരിനും പിരമിഡിനും എന്താ ഏതാണ് എന്നുള്ളത്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് കാണാണ്ട് പഠിച്ചു പോയിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അഡിനിനും ഗുവാനിനുമാണ് എന്ത്? പ്യൂരിൻസ്. ബാക്കി സൈറ്റോസിൻ, ന്യൂറാസിൻ, തൈമിനും ഒക്കെ എന്താണ്? പിരമിഡിൻസ് ആണ്. സ്കെൽറ്റൽ പ്യൂരിൻ ആൻഡ് പിരമിഡിൻ റെസ്പെക്റ്റീവ്ലി. ഹെട്രോസൈക്ലിക് റിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മള് ഒരു സെക്കൻഡ്. ഓക്കെ, പ്യൂരിൻസ് അല്ലെങ്കിൽ പിരമിഡ് എന്ന് വിളിക്കും. ദ ഷുഗർ ഫൗണ്ട് ഇൻ ദ പോളിന്യൂക്ലിയേറ്റഡ് ഇസ് either റൈബോസ് ഓർ ഡിയോക്സി റൈബോസ്. നമുക്കറിയാം, ഒന്നെങ്കിൽ എന്തായിരിക്കും? റൈബോസ് ഷുഗർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡിയോക്സി റൈബോസ് ആയിരിക്കും. റൈബോസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? RNA എന്ന് വിളിക്കും അല്ലെ. റൈബോസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? RNA എന്ന് വിളിക്കുക. ഡിയോക്സി വരുമ്പോൾ എന്ത് വിളിക്കും? DNA എന്ന് വിളിക്കും. വൈ that contain ribose is called റൈബോന്യൂക്ലിക് ആസിഡ്. അതാണ് RNA. ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ് എന്ത്? DNA അല്ലെ. അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ഹെട്രോപോളിമേഴ്സ് കണ്ടെയ്നിങ് എന്താണ്? സ്ട്രിങ്സ് ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ എന്താണ്? ഹെട്രോപോളിമേഴ്സ് ആണ്. കണ്ടെയ്നിങ് എന്താണ്? സ്ട്രിങ്സ് ഓഫ് അമിനോ ആസിഡ്. സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് മീൻസ് ഡിഫറെന്റ് തിങ്സ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. ഇൻ ഇനോർഗാനിക് കെമിസ്ട്രി ദ സ്ട്രക്ചർ ഇൻവേരിയബിൾ റെഫേഴ്സ് ടു ദ മോളിക്കുലർ ഫോർമുല. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കെമിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല ആർക്കുണ്ടാവുക? ഒരു ബയോളജിസ്റ്റ് ഉണ്ടാവും. ഒരു കെമിസ്റ്റ് എപ്പോഴും ആ ഒരു രീതിയിലേ ചിന്തിക്കും, ഒരു ബയോളജിസ്റ്റ് എപ്പോഴും ആ ഒരു രീതിയിൽ ചിന്തിക്കും അല്ലെ. അതേപോലെ ഒരു മോളിക്യൂൾ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പല ഡിഫറെന്റ് കോണ്ടെക്സിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? അതേപോലെ NaCl, MgCl2 അല്ലെ. ഓർഗാനിക്
കെമിസ്ട്രി എന്ത് ചെയ്യും, അതിന്റെ 2 ഡയമെൻഷണൽ വ്യൂ ഓഫ് ദ മോളിക്കുലർ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും അല്ലെ. ഇനി ഫിസിസ്റ്റ് കോൺജർ അപ്പോൺ 3 ഡയമെൻഷണൽ വ്യൂ. ഫിസിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, 3 ഡയമെൻഷണൽ വ്യൂമായിരിക്കും എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക ഓഫ് മോളിക്കുലർ സ്ട്രക്ചർ, വൈൽ ബയോളജിസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രോട്ടീൻ സ്ട്രക്ചർ. ബയോളജിസ്റ്റ് വരുമ്പോൾ ബയോളജിസ്റ്റ് എന്ത് ചെയ്യും, പ്രോട്ടീൻ സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യും, അതിനെ പ്രോട്ടീൻ സ്ട്രക്ചർ ബയോളജിസ്റ്റ് പ്രോട്ടീൻ സ്ട്രക്ചറിന്റെ ബേസിലാണ് എന്ത് ചെയ്യുക, അതിനെ നോക്കിക്കാണാം. ഓക്കെ, അപ്പൊ എന്തുണ്ട്, 4 ലെവലില് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ, ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ്, ദാറ്റ് ഇസ് ദ പൊസിഷണൽ ഇൻഫർമേഷൻ ഇൻ എ പ്രോട്ടീൻ വിച്ച് ഇസ് ദ ഫസ്റ്റ് അമിനോ ആസിഡ് വിച്ച് ഇസ് ദ സെക്കൻഡ് ആൻഡ് സോ ഓൺ ഇസ് കോൾഡ് ദ പ്രൈമറി സ്ട്രക്ചർ. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോട്ടീൻ എടുത്ത് അതിൽ ഫസ്റ്റ് അമിനോ ആസിഡ് ഇതാണ്, സെക്കൻഡ് അമിനോ ആസിഡ് ഇതാണ്, അങ്ങനെ ലീനിയർ ചെയിൻ ഓഫ് അമിനോ ആസിഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, അതിനെ നമ്മള് പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കും. പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഓക്കെ, എ പ്രോട്ടീൻ is imagined as a line, the left end represent by the first amino acid and the right end represent the last amino acid. ഒരു സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞ, പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ പ്രോട്ടീന് 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. പ്രോട്ടീൻ എന്തുണ്ട്, 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ, ഫസ്റ്റിന് നമ്മൾ എന്ത് വിളിക്കും, ഫസ്റ്റ് നമ്മള് ഒരു പ്രൈമറി ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, സെക്കൻഡറി ഉണ്ട്, പിന്നെ ടെറിഷറി ഉണ്ട്, അതേപോലെ ക്വാട്ടനറി ഉണ്ട്. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതൊരു അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡ്. അമിനോ ആസിഡ് ഇങ്ങനെ ലീനിയർ ചെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലുള്ള എന്താണ്, അതിന്റെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്. 2 അമിനോ ആസിഡ് തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൈമറി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ എന്ന് വിളിക്കുക. ഇതിന്റെ ഫസ്റ്റ് അമിനോ ആസിഡ് നമ്മൾ എന്ത് വിളിക്കും, അതായത് ലെഫ്റ്റ് എൻഡിലുള്ളതാണ് എന്ത്, ഫസ്റ്റ് അമിനോ ആസിഡ്. ഇതായിരിക്കും എന്ത്, ഫസ്റ്റ് അമിനോ ആസിഡ്. അങ്ങോട്ട് പോകെ പോകെ റൈറ്റ് എൻഡിൽ നമ്മൾ എന്താണ് ഇത്, ലാസ്റ്റ് അമിനോ ആസിഡ് ഇരിക്കും. ഓക്കെ, ഇനി സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. സെക്കൻഡറി സ്ട്രക്ചർ 2 ടൈപ്പിലുണ്ട്. അതായത് ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സും ഉണ്ട്. എന്തൊക്കെയുണ്ട്, ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്ക്. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഇതെങ്ങനെ അമിനോ ആസിഡ് ഇങ്ങനെ പെപ്റ്റൈഡ് ബോണ്ട് വഴി ഇങ്ങനെ പോകുന്നതാണ് എന്ത്, പ്രൈമറി സ്ട്രക്ചർ. ദ ഫസ്റ്റ് അമിനോ ആസിഡ് ഇസ് ആൾസോ കോൾഡ് ദ എൻ ടെർമിനൽ അമിനോ ആസിഡ് ആൻഡ് ദ ലാസ്റ്റ് അമിനോ ആസിഡ് ഇസ് ആൾസോ കോൾഡ് എന്താണ്, സി ടെർമിനൽ അമിനോ ആസിഡ്. ഫസ്റ്റ് അമിനോ ആസിഡ് നമ്മൾ എന്ത് വിളിക്കും, എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്നും കൂടി വിളിക്കും. ലാസ്റ്റ് അമിനോ ആസിഡ് നമ്മൾ എന്ത് വിളിക്കും, സി ടെർമിനൽ അമിനോ ആസിഡ് എന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കും. ഓക്കെ, ഇനി a protein thread does not exist throughout as extended rigid rod. The thread is folded in the form of helix. Okay. Of course, only some portion of the protein thread are arranged in the form of a helix. In protein, only the right-handed helices are observed. Other regions of the protein thread are folded into other forms in which are called secondary structure. അതായത് പ്രോട്ടീൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും എന്തായിരിക്കില്ല, ലീനിയർ സ്ട്രക്ചർ ആയിരിക്കില്ല. ഇവര് ഫോൾഡ് ചെയ്തിട്ട് ഇത് കണ്ട ഇതേപോലെ ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സും ഒക്കെ ആവും. എന്താണ്, ഇവര് ഫോൾഡ് ചെയ്തിട്ട് സെക്കൻഡറി സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആൽഫ ഹെലിക്സും അതേപോലെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അമിനോ ആസിഡിന് രൂപം പറ്റും.
ഇതാണ് ആൽഫ ഹെലിക്സ്. ഇതാണ് എന്ത്? ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ്. ഓക്കെ, ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സും. അതാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഇനി ടെറിഷറി സ്ട്രക്ചറിലേക്ക് വരുമ്പോ എന്താണ്? ഇവരൊന്നും കൂടി ഇങ്ങനെ ഒരു വൂളൻ ബോള് പോലെ, ഇവരൊന്നും കൂടി ചേരുന്നതാണ് എന്ത്? ടെറിഷറി സ്ട്രക്ചർ. അതേപോലെയുള്ള രണ്ട് വൂളൻ ബോളുകൾ ഒരുമിച്ച് കൂടി എന്തായിരിക്കും? അതേപോലെയാണ് എന്തുണ്ടാവുക? പ്രോട്ടീന്റെ കോട്ടണറി സ്ട്രക്ചർ. ഓക്കെ, ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു വൂളൻ ബോൾ പോലെ ഉണ്ടാവുക. അതേപോലെ ഒരു കുറച്ചും കൂടി അധികം വൂളൻ ബോൾ ഒരുമിച്ച് വെച്ചാൽ എന്താ ഉണ്ടാവുക? അതേപോലെയാണ് എന്ത് വരിക? കോട്ടണറി സ്ട്രക്ചർ ഓഫ് എന്ത്? പ്രോട്ടീൻ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. ഓക്കെ, അതർ റീജിയൻസ് ഓഫ് ദ പ്രോട്ടീൻ ത്രെഡ് ഫോൾഡർ ഇൻ ടു അതർ ഫോംസ് ഇൻ വിച്ച് ആർ കോൾഡ് എന്താണ്? സെക്കൻഡറി സ്ട്രക്ചർ. ഏതൊക്കെയാണ്? ആൽഫ ഹെലിക്സ് ഉണ്ട്, ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ്സ് ഉണ്ട്. ദ ലോങ് പ്രോട്ടീൻ ചെയിൻ ഇസ് ആൾസോ ഫോൾഡഡ് അപ്പോൺ ഇറ്റ് സെൽഫ് ലൈക്ക് എ ഹോളോ വൂളൻ ബോൾ. കണ്ട, ഈ പിക്ചറിൽ കണ്ട ഒരു വൂളൻ ബോൾ പോലെ ഈ ലോങ് ചെയിൻ ഇറ്റ് സെൽഫ് പിന്നെയും ഫോൾഡ് ചെയ്തിട്ട് എന്താവും? ടെറിഷറി സ്ട്രക്ചർ ആവും. ടെറിഷറി സ്ട്രക്ചർ ആകുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് കിട്ടും പ്രോട്ടീന്റെ. ഓക്കെ, ടെറിഷറി സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ. ഒരു പ്രോട്ടീന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കണമെങ്കിൽ, അതായത് പ്രോട്ടീൻ ഒരു എൻസൈം ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം? അതിനൊരു ടെറിഷറി സ്ട്രക്ചർ വേണം. ഓക്കെ, സം പ്രോട്ടീൻസ് ആർ ആൻ അസംബ്ലി ഓഫ് മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് or subunits. The manner in which these individual folded polypeptides or subunits are arranged with respect to each other. Linear string of sphere arranged upon each other in the form of a tube or plate is the architecture of a protein, otherwise called quaternary structure. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ കുറെ ടെറിഷറി സ്ട്രക്ചർ ഒരുമിച്ച് വന്നിട്ട് അതൊരു എന്തായിട്ട് മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ സബ് യൂണിറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ് ചേർന്ന് വരുമ്പോഴാണ് എന്താവുക? അതിന് ഒരു കോട്ടണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പറയാൻ പറ്റുക. നമ്മൾ പ്രൈമറി പറഞ്ഞ് ലീനിയർ ചെയിൻ ആണ്, സെക്കൻഡറി പറഞ്ഞ് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ്സും, ടെറിഷറി എന്ന് പറയുമ്പോൾ എന്തായി? ടെറിഷറി എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആയി അല്ലെ? എന്താ അവിടെ നടന്നത്? ടെറിഷറി എന്ന് പറയുമ്പോൾ ഇറ്റ് സെൽഫ് ഫോൾഡ് ചെയ്ത് അത് പിന്നെയും ഫോൾഡ് ചെയ്തിട്ട് ഒരു വൂളൻ ബോൾ പോലെ ആയി അല്ലെ? അതാണ് ടെറിഷറി. പിന്നെ കോട്ടണറിയിലേക്ക് വരുമ്പോ എന്താ ഉണ്ടാവുക? മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ്, ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ്, ഇതേപോലെ 2 പോളിപെപ്റ്റൈഡ്. അപ്പോ ഒരു പോളിപെപ്റ്റൈഡ് ഇങ്ങനെ വൂളൻ ബോൾ പോലെ ആയതാണ് ടെറിഷറി. അതേപോലെ ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ സബ് യൂണിറ്റും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? കോട്ടണറി സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. പിന്നെ ഇവിടെ എന്താ പറയണത്? അഡൽട്ട് ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 സബ് യൂണിറ്റ്സ്. എന്തൊക്കെ? 2 ആൽഫ ഉണ്ട്, 2 ബീറ്റ ഉണ്ട്. അഡൽട്ട് ഹീമോഗ്ലോബിൻ എന്താണ്? ഒരു കോട്ടണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അഡൽട്ട് ഹീമോഗ്ലോബിൻ എന്താണ്? ഒരു കോട്ടണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്തുണ്ട്? 4 സബ് യൂണിറ്റ് ഉണ്ട്, 2 ആൽഫ ഉണ്ട്, 2 ബീറ്റ ഉണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് എൻസൈംസ്. പെട്ടെന്ന് കഴിയും. അതായത് എനിക്ക് തോന്നുന്നു ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങള് പല ചാപ്റ്ററിലായിട്ട് പണ്ട് മുതലേ ബേസിക് ആയിട്ട് പഠിച്ചതും കേട്ടതും കാര്യങ്ങളാണ്. ഇവിടെ കുറച്ചൊരു പുതിയത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് എൻസൈംസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് അല്ലെ? ഒരുവിധ എല്ലാ എൻസൈംസും പ്രോട്ടീൻ ആണ്. അങ്ങനെ അല്ലാത്തൊരു എൻസൈം ഏതാണ്? സം ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ബിഹേവ് ലൈക്ക് എൻസൈം. നമ്മൾ റൈബോസോം, പോളിറൈബോസോം എന്നൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇതിൽ മുന്നെടുത്ത പല ചാപ്റ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൺ ക്യാൻ depict an enzyme by a line diagram. An enzyme like a protein has a primary structure, that is amino acid sequence of the protein. An enzyme like any protein has a secondary and tertiary structure. എൻസൈമിന് ഒരു പ്രൈമറി സ്ട്രക്ചർ ആവാം, സെക്കൻഡറി സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ ടെറിഷറി സ്ട്രക്ചറും ആവാം. When you look at a tertiary structure upon itself, the chain crisscross itself and hence many crevices or pockets are formed. നമ്മൾ പറഞ്ഞ്
ടെർഷ്യറി സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു പോളിപെപ്റ്റൈഡ് ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്തൊരു ബോൾ പോലെ ആവാണ്. അതിന്റെ ഇടയ്ക്ക് കുറെ ക്രെവിസസ് എന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റ് പോലെ, ഒരു വിടവ് പോലെ കുറെ സ്ഥലങ്ങൾ എന്ത് ചെയ്യും, വരും. അങ്ങനത്തെ ഒരു വിടവിന്, അങ്ങനത്തെ ഒരു പോക്കറ്റ് നമ്മൾ എന്ത് വിളിക്കും, ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കും. അതാണ് എന്ത്, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ്. An active site of an enzyme is a crevice or pocket into which the substrate fit. ഈ ഒരു പോക്കറ്റിലേക്കാണ് ആര് വരിക, നമ്മളെ സബ്സ്ട്രേറ്റ് വന്നിട്ട് ഫിറ്റ് ആവുക. ഓക്കെ, ഈ എന്താ പറയാ, നമ്മളെ പ്രോട്ടീൻ ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ അതിൽ മെനി ക്രെവിസസും പോക്കറ്റ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പോക്കറ്റ് നമ്മൾ എന്ത് വിളിക്കും, ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കും. ആ ആക്റ്റീവ് സൈറ്റിലേക്കാണ് ആര് വന്ന് ഫിറ്റ് ആവുക, സബ്സ്ട്രേറ്റ് വന്ന് ഫിറ്റ് ആയിട്ട് പിന്നീടുള്ള എന്ത് നടക്കാം, റിയാക്ഷൻസ് നടക്കാം. ഓക്കെ, Thus, enzyme through their active site catalyze reactions at a high rate. അങ്ങനെ ഈ എന്താ പറയാ, ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് സബ്സ്ട്രേറ്റ് ഫിറ്റ് ആകുമ്പോൾ എൻസൈം എന്ത് ചെയ്യും, ആ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ തുടങ്ങും, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഒരു ഹൈ റേറ്റിൽ എന്ത് ചെയ്യും, റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. എൻസൈം കാറ്റലിസ്റ്റ് ഡിഫർ ഫ്രം എൻ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ഇൻ മെനി വേ, but one major difference needs mention. Inorganic catalysts work efficiently at high temperature. Enzyme catalysറ്റും ഇനോർഗാനിക് കാറ്റലിസ്റ്റും തമ്മിൽ കുറെ ഡിഫറൻസസ് ഉണ്ട്. എൻസൈം കാറ്റലിസ്റ്റും ഇനോർഗാനിക് കാറ്റലിസ്റ്റും തമ്മിൽ കുറെ ഡിഫറൻസസ് ഉണ്ട്. നമുക്ക് എടുത്തു പറയാനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ്. എടുത്തു പറയാനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ്. എൻസൈം കാറ്റലിസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുക. വേറാസ് ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ഹൈ ടെമ്പറേച്ചേഴ്സിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. എൻസൈം പറഞ്ഞ പ്രോട്ടീൻ ആണ്, അത് ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്ത് എന്ത് സംഭവിക്കും, ഡിസിന്റഗ്രേഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, എൻസൈം നശിച്ചു പോകും. വേറാസ് എന്താണ്, enzyme isolated from organisms who normally live under extremely high temperature. ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 90-80 വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തെർമൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാവും. ഓക്കെ, തെർമൽ സ്റ്റെബിലിറ്റി is such an important quality of such enzymes isolated from thermophilic organism. അങ്ങനെ തെർമോഫിലിക് ഓർഗാനിസം ഒപ്റ്റെയിൻ ചെയ്യുന്ന എൻസൈമിനെ ഒഴിച്ചാല് ബാക്കി എല്ലാ എൻസൈംസും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഹൈ ടെമ്പറേച്ചറിലേക്ക് പോയാൽ അവരെന്ത് സംഭവിക്കും, ഡിസിന്റഗ്രേഷൻ സംഭവിക്കും. ലോ ടെമ്പറേച്ചറിലേക്ക് പോയാൽ അവരിങ്ങനെ ഫ്രീസ് ആയി പോകും, ഒരു സ്റ്റേറ്റിൽ ഇനാക്റ്റീവ് ആയിട്ട് പോകും. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലെ എൻസൈം കാറ്റലിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എൻസൈം അല്ലാതെ നമുക്ക് വേറെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും റിയാക്ഷൻ സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്ന് പറയാം. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് പറഞ്ഞാൽ അവർക്ക് ഹൈ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യാൻ പറ്റും, ആ റിയാക്ഷൻസ് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുക എൻസൈംസിന്റെ പ്രസന്റിൽ എന്ന്. ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ദിസ് എൻസൈംസ്? ലെറ്റ് us ഫൈൻഡ് അണ്ടർസ്റ്റാൻഡ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ 2 ടൈപ്സ് ഓഫ് ചേഞ്ച്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് 2 ടൈപ്പ് ചേഞ്ച് ഉണ്ടാവും. ഒന്നാണ് ഫിസിക്കൽ ചേഞ്ച്, അതായത് എന്താണ്, പ്രത്യേകിച്ച് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്യാതെ വരുന്ന ചേഞ്ച് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, നേരെ മറിച്ച് അതായത് ഒരു സംഭവം, ഒരു ഷേപ്പ് ചേഞ്ച്, ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ, അതിന് നമ്മൾ എന്ത് വിളിക്കും, ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കും, അല്ലെ? നേരെ മറിച്ച് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബോണ്ട് മേക്ക് ചെയ്ത് അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ അതിന് എന്ത് വിളിക്കും, അതിനെ നമ്മള് കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബേരിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ സൾഫേറ്റും കൂടി ചേർക്കുമ്പോൾ എന്താവും, ബേരിയം സൾഫേറ്റും 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടായി. ഇവിടെ എന്താ ഉണ്ടായത്, ഇവിടെ ഈ ബി എയും ഓയും നമ്മള് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പകരം H2SO4 നമ്മള് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബി എ പോയി SO4 ബോണ്ട് മേക്ക് ചെയ്ത് H2 എന്തായി, വാട്ടർ ആയിട്ട് മാറി, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്, ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബോണ്ട് മേക്ക് ചെയ്ത്. അപ്പൊ ഇതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇതൊരു ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. സിമിലർലി ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ഇൻടു ഗ്ലൂക്കോസ് ഇസ് ആൻ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് റെഫേഴ്സ് ടു ദ amount ഓഫ് പ്രൊഡക്റ്റ് ഫോം പെർ യൂണിറ്റ് ടൈം. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു സംഭവം നമ്മൾ ടൈമിനെ വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് എന്ന് പറയാം, അല്ലെ? എന്തൊരു ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അത് നമ്മൾ ടൈമിനെ വെച്ച് റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക, അത് നമ്മൾ റേറ്റ് എന്ന് വിളിക്കുക. ഇവിടെ പറയുന്നത് ഈ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ പറ്റിയിട്ടാണ്. അതെന്താണ്, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അതായത് ടി ടൈമിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവേണ്ടതാണ് ഇവിടെ ഇതിന്റെ റേറ്റ് ആയിട്ട് പറയുന്നത്.
ടി ടൈമില് എത്ര പ്രൊഡക്റ്റ്, പി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഒരു ടി ടൈമില് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ക്യാൻ ആൾസോ ബി കോൾഡ് വെലോസിറ്റി ഇഫ് ദ ഡയറക്ഷൻ ഇസ് സ്പെസിഫൈഡ്. ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കണമെന്ന് അറിഞ്ഞാൽ നമുക്ക് റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റിന് നമുക്ക് വെലോസിറ്റി എന്നും കൂടി വിളിക്കാൻ പറ്റും. വെലോസിറ്റി ഈസ് ഒരു ക്വാണ്ടിറ്റി, ഇറ്റ് ഇസ് ഓൾവേസ് എന്താണ് റിലേറ്റഡ് ടു ഡയറക്ഷൻ. ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടോ അല്ലെ? വെലോസിറ്റി ഇപ്പൊ നമ്മൾ വെക്റ്റർ വെക്റ്റർ ആയിട്ടൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മേലെ സംഭവം ഇട്ട് കൊടുക്കൂല. വെലോസിറ്റി ഇസ് ഓൾവേസ് എന്താണ് സംതിങ് റിലേറ്റഡ് ടു ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഒരു റിയാക്ഷന്റെ ഡയറക്ഷൻ അറിയാം. ഇപ്പൊ ഇക്വിലിബ്രിയം ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, ഏത് ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റേറ്റ് നമുക്ക് വെലോസിറ്റി എന്നും വിളിക്കാം. ഓക്കെ, rates of physical and chemical processes are influenced by temperature among other factors. Temperature among other factors. അപ്പൊ ഇതിനൊക്കെ എന്തൊക്കെ പല ഫാക്ടേഴ്സും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ, പി എച്ച്, അല്ലെങ്കിൽ പല ഫാക്ടേഴ്സും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ കെമിക്കൽ റിയാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. എ ജനറൽ റൂൾ ഓഫ് തമ്പ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ചോദിക്കും, ചിലപ്പോൾ തെറ്റിച്ചിട്ട് ചോദിക്കും. അപ്പൊ ഇത് ഈ ഒരു സെന്റൻസ് എന്ത് ചെയ്യരുത്, മറക്കരുത്. A general rule of thumb is that rate doubles or decreased by half for every 10 degree change in either direction. അതായത് ഒരു 10 ഡിഗ്രി എന്താണ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ റേറ്റ് എന്ത് ചെയ്യും, ഡബിൾ ആവും. ഒരു 10 ഡിഗ്രി എന്താണ് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ റേറ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ബൈ ഹാഫ് ആവും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റൂൾ ഓഫ് തമ്പ് എന്ന് വിളിക്കുക. റൂൾ ഓഫ് തമ്പ് എന്താണ്, റേറ്റ് ഡബിൾസ് ഓർ ഡിക്രീസ് ബൈ ഹാഫ് ഫോർ എവറി 10 degree Celsius ചേഞ്ച് ഇൻ either ഡയറക്ഷൻ. ഓക്കെ, പിന്നെ catalyzed reactions proceed at rates vastly higher than that of uncatalyzed ones. അതായത് ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ കാറ്റലിസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോ എന്താണ് നമ്മൾ എൻസൈം ആയിരിക്കും, അല്ലെങ്കിൽ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ എന്തായിരിക്കും, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹയർ റേറ്റിൽ നടക്കും, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാത്ത റിയാക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ. When enzyme catalyzed reactions are observed, the rate would be vastly higher than the same but uncatalyzed reaction. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കാർബോണിക് ആസിഡ് ആവുകയാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി എന്താവാണ്, കാർബോണിക് ആസിഡ് ആവുകയാണ്. ഇത് ഇവിടെ എൻസൈം ഉണ്ട്, കാർബോണിക് അൻഹൈഡ്രേസ് ആണ് ഇവിടുത്തെ എൻസൈം കാറ്റലിസ്റ്റ്. ഓക്കെ, ഈ എൻസൈം കാറ്റലിസ്റ്റിന്റെ ആബ്സെൻസിൽ, ഓക്കെ, ഈ കാർബോണിക് അൻഹൈഡ്രേസ് ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുക, അതല്ലാണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി എന്തായിക്കൊണ്ടിരിക്കുകയാണ്, കാർബോണിക് ആസിഡ് ആവണമെങ്കിൽ അത് ഭയങ്കര സ്ലോ റിയാക്ഷൻ ആണ്. അതായത് ഒരു മണിക്കൂറിൽ വെറും 200 എന്തേ ഉണ്ടാവുന്നുള്ളൂ, 200 മോളിക്യൂൾസ് ഓഫ് കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നുള്ളൂ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻസൈം. നേരെ മറിച്ച് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മള് കാർബോണിക് അൻഹൈഡ്രേസ് എന്നുള്ള എൻസൈം കാറ്റലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റിയാക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എന്തുണ്ടായി, 6 ലക്ഷം മോളിക്യൂൾസ് ഉണ്ടായി. നിങ്ങൾ ആലോചിക്കണം, ഒരു മണിക്കൂറിൽ 200 മോളിക്യൂൾ ഉണ്ടായെടുത്തുനിന്ന് ഒരു സെക്കൻഡിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, 6 ലക്ഷം മോളിക്യൂൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത്രയും ആക്സിലറേറ്റ് ചെയ്ത് ആര്, ഈ എൻസൈം എത്ര എത്ര ഇരട്ടി, 10 മില്യൺ ടൈംസ് ആണ് എന്ത് ചെയ്ത് ആ റിയാക്ഷനെ ആക്സിലറേറ്റ് ചെയ്തത്. അത്രത്തോളം പവർഫുൾ ആണ് ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, there are thousands of types of enzymes which catalyzes a unique chemical or metabolic reaction. A multi-step chemical reaction when each of the step is catalyzed by the same enzyme complex or different enzymes is called metabolic pathway. അതായത് ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സിന് ഒരു മൾട്ടിപ്പിൾ സ്റ്റെപ്പ്, അങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുക, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ അല്ലേ. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവുന്നത് ഒരു 10 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഓരോന്നിലും ആക്ട് ചെയ്യണ എന്താണ്, എൻസൈം എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോന്നിലും ആക്ട് ചെയ്യണ എൻസൈം ഡിഫറെന്റ് ആണ്. ഓരോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആവണതിന്റെ ഇടയിലുള്ള ഒരു എൻസൈം അല്ല 2 to 3 ആവണ ഇടയിലുള്ള എൻസൈം അല്ലെ. അപ്പൊ ഇങ്ങനത്തെ റിയാക്ഷൻ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ഉള്ള ഡിഫറെന്റ് എൻസൈംസ് യൂസ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കും, മെറ്റബോളിക് പാത്വേ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഹൗ ഡു എൻസൈംസ് ബ്രിങ് അബൌട്ട് സച്ച് ഹൈ റേറ്റ്സ് ഓഫ് കെമിക്കൽ കൺവേർഷൻ. കഴിഞ്ഞ് ഇനി നേച്ചർ ഓഫ് എൻസൈമും ക്ലാസിഫിക്കേഷന് കോഫാക്ടേഴ്സ് കുറച്ചും കൂടി ഉള്ളു. ഓക്കെ, അതോ ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട്
ഇത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് എടുത്ത് തന്നാൽ മതിയോ? അതായിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ. ഓൾമോസ്റ്റ് 2 hour ആയില്ലേ, നമ്മള് 10:30ക്ക് തുടങ്ങിയതാണല്ലേ. പക്ഷെ ഇത് ഇനിയും എടുത്ത് നിർത്തിയാൽ പിന്നെ ഇത് എടുക്കാൻ വേണ്ടി ഇല്ലേനും. തൽക്കാലം ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ബയോമോളിക്യൂൾസിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി അപ്ലോഡ് ചെയ്യാം അടുത്ത ക്ലാസ് എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ വരെ എടുത്ത്? ഇന്ന് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് വരെ എടുത്ത്. ഇതുവരെയുള്ളത് വായിക്കാട്ടോ. ഓക്കെ. ഹൗ ഡു ഇത് മുതൽ ഈ ഒരു ഇത്രയും ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മോസ്റ്റ് പ്രോബബ്ലി ടുമോറോ, നാളത്തോടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. മേ ബി ഒരു 1 hourൽ എന്ത് ചെയ്യും, 1 hour 1.4 hours 1.5 ഒന്നും വേണ്ടി വരില്ല. 1 hourൽ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ ഇന്ന് ഇവിടെ എന്ത് ചെയ്യാണ്, നിർത്താണ്. ഓക്കെ.